14 അധ്യായങ്ങളുള്ള പഴയ നിയമത്തിലെ അതിസുന്ദരമായ അനുഭവങ്ങൾ ചേർത്ത് വെച്ചെഴുതിയിരിക്കുന്ന പുസ്തകമാണ് ദാനിയേലിൻ്റെ പുസ്തകം. 14-ാം അധ്യായം അതിൻ്റെ 38-ാം തിരുവചനം. ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ 14 വേഴ്സ് 38. അതിസുന്ദരമായ വചനമാണ് ദാനിയേലിലൂടെ ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് സമ്മാനിക്കുന്നത്. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ദാനിയേൽ പറഞ്ഞൊരു കാര്യം ഈ സമയത്ത് നമ്മളും പഠിക്കുകയാണ്. ദാനിയേൽ എന്താ പറഞ്ഞേ? ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പറയാം. ദൈവമേ, 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 അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഒന്ന് പറഞ്ഞേ, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ 2 കാര്യങ്ങൾ ദാനിയേൽ ഈ ശുശ്രൂഷ സമയത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ദൈവം എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഈ നമ്മുടെ ദാനിയേൽ ഇത് പറയുമ്പോൾ ദാനിയേലിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? ദാനിയേൽ എവിടെയാണെന്നറിയാവോ? ദാനിയേലിൻ്റെ പുസ്തകം 14-ാം അധ്യായം നമ്മൾ വായിക്കുന്നത് ദാനിയേൽ സിംഹക്കുഴിയിലാണ്. രാജാവ് ദാനിയേലിന് അന്ത്യം കുറിച്ച് സിംഹക്കുഴിയിൽ കൊണ്ട് ഇട്ടിരിക്കുകയാണ്. സിംഹക്കുഴിയിൽ കഴിഞ്ഞ 6-7 ദിവസങ്ങളായിട്ട് സിംഹങ്ങളുടെ നടുവിൽ ദാനിയേൽ ഇരിപ്പാണ്. ഈ സിംഹത്തിനും ദാനിയേലിനും ഒന്നും കഴിക്കാൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? ഏത് നിമിഷം വേണമെങ്കിലും ദാനിയേലിൻ്റെ കഥ തീരും. അങ്ങനെ ആ കുഴിക്കകത്ത് ചുറ്റും സിംഹങ്ങൾ, വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന സിംഹങ്ങൾ, അതിൻ്റെ നടുവിലിരിക്കുന്ന ദാനിയേൽ പറയാണ്, ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങൊരിക്കൽ ഉപേക്ഷിക്കില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു പക്ഷേ ദാനിയേൽ കിടന്ന കുഴി പോലെ നമ്മളും ചില കുഴിക്കകത്തായിരിക്കും. ദാനിയേൽ സിംഹക്കുഴിക്കകത്തായിരുന്നു, നമ്മളും ചില കുഴിക്കകത്തായിരിക്കും. കടബാധിതയുടെ കുഴി, ബന്ധങ്ങൾ തകർന്ന കുഴി, ജീവിതത്തിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കാത്തതിൻ്റെ കുഴി, ഈ കുഴിക്കകത്ത് കിടക്കുമായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ ചുറ്റും സിംഹങ്ങളെപ്പോലെ വിശന്നിരിക്കുന്ന ശത്രുക്കളുണ്ടാവും, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് പരിശോധിച്ചേ. നമ്മുടെയൊക്കെ ചുറ്റും നമ്മളെ എപ്പോഴും കാർന്ന് തിന്നാനിരിക്കുന്ന സിംഹങ്ങളെപ്പോലെ വിശന്നിരിക്കുന്നവരും ഉണ്ടെന്നേ. അനേക ശത്രുക്കളുടെ നടുവിലായിരിക്കുന്നേ. ഇതാ വചനം പഠിപ്പിക്കുകയാണ്, ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങൊരിക്കലും ഉപേക്ഷിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. ദൈവം വിശ്വസ്തനാണ്. ആര് വിശ്വസ്തനാണ്? ദൈവം വിശ്വസ്തനാണ്. നീ എത്ര വലിയ ശത്രുക്കളുടെ കുഴിക്കകത്ത് വീണാലും നിന്റെ ജീവിതത്തെ ഉയർത്തുന്ന, പട്ടിണിക്കിടാതെ നിന്നെ നിവർത്തി നിർത്തുന്ന, നീ സങ്കടത്താൽ വലയുമ്പോൾ ഒരിക്കലും നീ നശിച്ചു പോകാൻ അനുവദിക്കാത്ത ഒരു ദൈവമുണ്ട്. ദൈവം വിശ്വസ്തനാണ്. പഠിക്കാൻ താല്പര്യമുള്ളവര് പഠിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വചനം പറയട്ടെ. അത് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനം. വളരെ സുന്ദരമായൊരു വചനമാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ്, ഫസ്റ്റ് ലെറ്റർ ചാപ്റ്റർ 10 വേഴ്സ് 13. വചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുകയാണ്, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല.
പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട കരുത്ത് അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഓ, പൗലോസ്ലീഹ എത്ര ശക്തമായൊരു വചനമാണ് പറയുന്നല്ലേ. ഈ പ്രലോഭനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ, പരീക്ഷകൾ എന്തും വെച്ചോ, വചനം പറയാണ് മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും ഒരു പ്രശ്നവും ഒരു പരീക്ഷണവും നിനക്കുണ്ടായിട്ടില്ലെന്ന് എന്ന് പറഞ്ഞ് എന്തു മനസ്സിലായി? ദേ, ഇന്ന് നീ അനുഭവിക്കുന്ന പ്രതിസന്ധി നീ ചിന്തിക്കുന്ന എന്തുവാ? ഇതെൻ്റെ മാത്രം ജീവിതത്തിലേ ഉള്ളൂ, ബാക്കി എല്ലാവരും എന്ത് സന്തോഷത്തിലാണ്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ അല്ലേ? എന്നാൽ വചനം പഠിപ്പിക്കുന്നു മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രശ്നവും ഒരു പരീക്ഷയും നിനക്കുണ്ടായിട്ടില്ല എന്നതിൻ്റെ അർത്ഥം നീ അനുഭവിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്. പുറമേ നോക്കുമ്പോൾ നീ കണ്ടാൽ ഒന്നും മനസ്സിലാവില്ലെങ്കിലും സത്യമായ കാര്യം, എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. എന്നിട്ട് അടുത്ത വചനമാണ് ശ്രദ്ധിക്കേണ്ടത്, ദൈവം വിശ്വസ്തനാണ് എന്ന് പറഞ്ഞേ. ദൈവം വിശ്വസ്തനാണ്. നമ്മൾ വിശ്വസ്തരല്ല, പക്ഷെ ദൈവം വിശ്വസ്തനാണ്. നിനക്കൊരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തെ അതിജീവിക്കാൻ വേണ്ട കരുത്തും ദൈവം നിനക്ക് തരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ വചനമൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന, അത് വീട്ടിലായിരിക്കും, ഒരു വ്യക്തിപരമായി ഒരു മനുഷ്യരോടും പറയാൻ പറ്റാതെ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്ന പ്രശ്നമായിരിക്കും. നീ ഉറപ്പിച്ചോ, ഈ പ്രശ്നത്തെ മറികടക്കാൻ വേണ്ട കരുത്ത് ദൈവം നിനക്ക് നൽകും. ദൈവം നിനക്ക് നൽകും. കാരണം ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ പത്രോസിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. പത്രോസ് കടലിൽ ഈശോ നടന്നു വരുന്നത് കണ്ടപ്പോൾ പത്രോസിനൊരു ആഗ്രഹം എന്താണെന്നറിയോ? ഈശോ വെള്ളത്തിന് മുകളിൽ നടക്കുന്നത് പോലെ പത്രോസിനും നടക്കണം. പത്രോസ് ഈശോയോട് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു നടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഈ പത്രോസ് ഈശോയെ നോക്കി നടപ്പ് ആരംഭിച്ചു. എന്നാൽ ഉയർന്നു വരുന്ന തിരമാല കണ്ടപ്പോ, ആഴത്തിലെ ഈ കടലിൻ്റെ അവസ്ഥ കണ്ടപ്പോ പത്രോസിന്റെ നോട്ടം തെറ്റി. പത്രോസ് വെള്ളത്തിലേക്ക് നോക്കി, പെട്ടെന്ന് പത്രോസ് വെള്ളത്തിലേക്ക് താന്നു. ബൈബിളിൽ ഒരു വചനം പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ. മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 31 തിരുവചനം. ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? ഉടനെ ആര് കൈനീട്ടി? പത്രോസ് കൈനീട്ടി ഈശോയെ പിടിച്ചെന്നല്ല, ഈശോ കൈനീട്ടി പത്രോസിനെ പിടിച്ചു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ജീവിതത്തിൽ നീ അസ്വസ്ഥപ്പെടുമ്പോൾ, ഭാരപ്പെടുമ്പോൾ ഈശോ നിന്റെ കൈക്കാണ് പിടിക്കണേ. നീ ഈശോയുടെ കൈക്ക് പിടിക്കുന്നതല്ല, നിന്റെ കൈക്ക്. നീ വെള്ളത്തിൽ വീണ് ജീവിതം അവസാനിപ്പിക്കരുത്, ഈശോ നിന്റെ കൈക്ക് പിടിക്കുക. നീ കുഴി കിടക്കുമ്പോൾ ഈശോ നിന്റെ കൈക്ക് പിടിക്കുക. നീ വലിയ അബദ്ധത്തിലും പരാജയത്തിലും കിടക്കുമ്പോൾ ഈശോ നിന്റെ കൈക്ക് പിടിക്കുക. അപ്പൊ ചിലർക്ക് തോന്നും, ഈ ഞാൻ ഈശോയെ പിടിക്കുന്നതും ഈശോ എന്നെ പിടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. നമ്മൾ ഈശോയെ കയറി ചാടി പിടിക്കുന്നുണ്ടല്ലോ. എപ്പോഴാണെന്നറിയോ? ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ചിലരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ILTC പാസ്സാകാൻ, ജർമ്മനി പോകാൻ, കാനഡയിൽ പോകാൻ, അവിടെ പോകാൻ, ഇവിടെ പോകാൻ, 9 ദിവസം നൊവേന, 30 ദിവസം നൊവേന. ഈശോയെ എങ്ങനെയെങ്കിലും ഈ പരീക്ഷ, എങ്ങനെയെങ്കിലും കാര്യങ്ങൾ, എങ്ങനെയെങ്കിലും. എന്താ പ്രാർത്ഥനയാണെന്നറിയോ? നമ്മൾ പ്രാർത്ഥിച്ച് ഈ കാര്യം നേടിക്കഴിഞ്ഞു കഴിയുമ്പോഴോ പിന്നെ പള്ളി പോക്ക് കുറഞ്ഞു, പ്രാർത്ഥന കുറഞ്ഞു അല്ലേ? നമ്മൾ പിടിച്ചു, കുറച്ച് കഴിയുമ്പോൾ നമ്മളങ്ങ് പിടിവിടും. നമ്മൾ വിടുമെന്ന്. എൻ്റെ വീടിനടുത്തുള്ള ഒരു കുടുംബം, അവർക്ക് മക്കളില്ല. ആ ചേച്ചീനെ കാണുമ്പോഴൊക്കെ എല്ലാവർക്കും സങ്കടം. പക്ഷേ ഈ ചേച്ചി നന്നായിട്ട് പ്രാർത്ഥിക്കും. കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയുടെ അടുക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു, പോട്ടാശ്രമത്തിൽ വരുന്നു, അണക്കര ധ്യാന കേന്ദ്രം, അട്ടപ്പാടി, എല്ലാ ഇടങ്ങളിലും പോയിരുന്നു പ്രാർത്ഥന, പ്രാർത്ഥന, പ്രാർത്ഥന. എല്ലാ ദിവസവും നമ്മുടെ ഇടവക ദേവാലയത്തിൽ മുമ്പിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഈ ചേച്ചിക്ക്, ഈ കുടുംബത്തിന് കുഞ്ഞിനെ ലഭിച്ചു. കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞിട്ട് ഈ ചേച്ചി പള്ളി വരവ് കുറഞ്ഞു.
കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ വീട്ടിൽ അവധിക്ക് ചെന്നപ്പോൾ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് തിരിച്ച് നടന്ന് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഞാൻ ഇവരുടെ വീട്ടിൽ കയറി. ഞാൻ ചോദിച്ചു, ചേച്ചി ഇപ്പൊ പള്ളിയിലോട്ടൊന്നും കാണുന്നില്ലല്ലോ, എന്നാ പറ്റി? അച്ഛാ, കുഞ്ഞ് ആയതിനു ശേഷം അതിനുള്ള സൗകര്യമൊന്നും ഇല്ലച്ചാ. ഈ കൊച്ചിനെ നോക്കണ്ടേ, ഈ കൊച്ചിനെ നോക്കാൻ സമയമില്ല അച്ഛാ. ഈ കൊച്ചിനെ തന്നെ നോക്കി പള്ളി വരവും ധ്യാനവും പ്രാർത്ഥനയൊക്കെ കുറെ നാളായി മുടങ്ങിയിരിക്കുക. അതായത് കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ പിടി അങ്ങ് പയ്യെ വിട്ടു. കുറ്റപ്പെടുത്താനല്ല, ചിന്തിച്ചാ മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നമ്മൾ പിടിക്കുന്ന പിടുത്തവും തമ്പുരാൻ കർത്താവ് പിടിക്കുന്ന പിടുത്തവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈശോ ഇതാ പത്രോസിനെ അങ്ങ് കയറി അങ്ങോട്ട് പിടിച്ചു. ദാനിയേലിനെ കുറിച്ച് വചനം വായിക്കുമ്പോൾ വചനത്തിൽ പറയുന്നത് എന്തുവാ? ദാനിയേൽ സിംഹക്കുഴിയിൽ ഇരുന്ന് പറയുക, ദൈവമേ അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഈ ദാനിയേൽ ഇങ്ങനെ പറയാനൊരു കാരണം കൂടെ ഉണ്ട്. ദാനിയേലിന്റെ അവസ്ഥ എന്താ? പട്ടിണി, കുഴി, ചുറ്റുവട്ടത്തും സിംഹങ്ങൾ. ഇങ്ങനെ ഇരിക്കുന്ന ഈ ദാനിയേലിന് തമ്പുരാൻ കർത്താവ് ഭക്ഷണം കൊടുത്തൊരു രീതിയുണ്ട്. അങ്ങകലെ ഹബക്കൂക്ക് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വയലിലേക്ക് പോവാണ്. അപ്പവും പിടിച്ചോണ്ട് പോവുക. വയലില് പണിക്കാരുണ്ട്, അവർക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോ ദൈവദൂതൻ ഈ ഹബക്കൂക്ക് പ്രവാചകനോട് പറയും, ബാബിലോണിൽ സിംഹക്കുഴിയിൽ ഒരുത്തൻ കിടപ്പുണ്ട്, അവന് കൊണ്ട കൊടുക്കണം. ഉടനെ തന്നെ ഈ ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്ന ഒരു ഭാഷയുണ്ട്, ഒന്ന് വചനം വായിച്ചാൽ മനസ്സിലാകും. 14-ാം അധ്യായം, ദാനിയേലിന്റെ പുസ്തകം 14-ാം അധ്യായം 35-ാം തിരുവചനം. ഹബക്കൂക്ക് പറഞ്ഞു, പ്രഭോ, ഞാൻ ഒരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല. സിംഹക്കുഴിയെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടാ, പിന്നെ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവനെ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്ത് ബാബിലോണിൽ സിംഹക്കുഴിയുടെ നേരെ മുകളിൽ വായു വേഗത്തിലെത്തിച്ചു. ഹബക്കൂക്ക് വിളിച്ചു പറഞ്ഞു, ദാനിയേൽ, ദാനിയേൽ, ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. നോക്കിക്കേ, എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവത്തിൻ്റെ ശക്തി. ഈ ഹബക്കൂക്ക് പ്രവാചകൻ ഈ ആത്മീയ സത്യം തിരിച്ചറിഞ്ഞിട്ടാണ് പിന്നീട് ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായം 5-ാം വചനത്തിൽ എഴുതി വെച്ചിട്ടില്ലേ, ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ദൈവം ചെയ്യും. ഈ അനുഭവം ഉള്ളിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഹബക്കൂക്ക് പ്രവാചകൻ കണ്ടിട്ടുണ്ട്, മനുഷ്യബുദ്ധിക്ക് അസാധാരണമായ പലതും ദൈവം ചെയ്യും. നിങ്ങളുടെ നാളുകളിൽ ദൈവം ചെയ്യും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ചെയ്യും. വിശ്വസിച്ചാൽ ഇത് നിന്നിൽ സംഭവിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല. ദാനിയേലിനെ കുറിച്ച് വചനം വായിച്ച് 40-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ്, 7-ാം ദിവസം രാജാവ് ദാനിയേലിനെ പ്രതി വിലപിക്കാനെത്തി. രാജാവ് വിചാരിച്ചു ദാനിയേലിന്റെ കഥ തീർന്നു, 7-8 ദിവസമായി സിംഹക്കുഴി കിടക്കുക, തീർന്നു. രാജാവ് ഈ കുഴിയുടെ അടുക്കലോട്ട് വരുന്നത് വിലപിക്കാനാ, കരയാൻ വരുക. അപ്പോൾ എന്താ സംഭവം? അവൻ വന്ന് സിംഹക്കുഴിയിൽ നോക്കിയപ്പോൾ ദാനിയേൽ അവിടെ ഇരിക്കുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരുവന്റെ ജീവിതം തീർന്നുവെന്ന് നാട്ടുകാർ വിധിയെഴുതി, അധികാരികൾ വിധിയെഴുതി. എന്നാൽ സർവശക്തനായ ദൈവം ആ വ്യക്തിയെക്കുറിച്ച്, ആ കുടുംബത്തെക്കുറിച്ച് ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിന്നെക്കുറിച്ച് നാട്ടുകാർ ചില വിധി എഴുതിയിട്ടുണ്ടാവും, കൂട്ടുകാരും നിന്റെ പ്രിയപ്പെട്ടവരും ചില വിധി എഴുതിയിട്ടുണ്ടാവും. നിന്നെ തീർന്നു, നിന്റെ ജീവിതം പരാജയമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ ഒരിക്കലും പരാജയമല്ല. ഈ കുഴിയിൽ കിടക്കുന്ന നീ അനുഗ്രഹം പ്രാപിക്കും. ശത്രുക്കളാൽ വലയപ്പെട്ടിരിക്കുന്ന നീ അനുഗ്രഹം പ്രാപിക്കും. പട്ടിണി കിടക്കുന്ന നീ അനുഗ്രഹം പ്രാപിക്കും. ദാരിദ്ര്യത്തിൻ്റെയും രോഗപീഠയുടെയും നടുവിൽ കിടക്കുന്ന നീ അനുഗ്രഹം പ്രാപിക്കും. ദാനിയേലിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. എല്ലാവരും സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് തമ്പുരാൻ്റെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തിക്കേ. ദാനിയേലിൻ്റെ പ്രവചന പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 38-ാം തിരുവചനം.
ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ദാ ഈ വചനം നിന്നിലും എന്നിലും ഈ ആരാധന സമയത്ത് അനുഭവിക്കാൻ പോവാണ്.